ഇത് കേവലം മതപരമായൊരു വിഷയമോ ഏതെങ്കിലും വിശ്വാസ സമൂഹത്തിൻ്റെ വിഷയമോ അല്ല, മറിച്ച് ഈ പ്രദേശത്തിൻ്റെ പൊതുവിഷയങ്ങൾ തന്നെയാണ്. കണ്ണൂർ പുതിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. ആക്രമണങ്ങളിലൂടെ മറ്റു മതസ്ഥരെ അടിച്ചമർത്താമെന്ന് വിചാരിക്കുന്ന ആളുകളെ നമ്മൾ ഈ സമൂഹം തിരിച്ചറിയുകയും മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആളെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലാൻ അധികാരം നൽകണം. അപ്പോൾ സെക്ഷൻ 11 ഭേദഗതി ചെയ്യണം. കണ്ണൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് പോലും ലാപ്സാക്കുന്ന ഒരു MPയെ ജനങ്ങൾക്ക് ആവശ്യമില്ലാതെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രണയിച്ച് ഒരു കെണിയിലൂടെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് ആര് ചെയ്താലും തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. MP ഫണ്ട് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ് ചെലവഴിച്ച ഒരു മണ്ഡലം കണ്ണൂരാണ്. ക്രൈസ്തവ സമുദായം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണം. ഞങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഈ റബ്ബർ ടാപ്പിംഗ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ പ്രവർത്തിക്കണമെങ്കിൽ അവരെ നിശിതമായി നമ്മൾ വിലയിരുത്തണം. അപ്പം മറ്റുള്ള മതവിഭാഗങ്ങളെ പോലെ തന്നെ ക്രൈസ്തവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിൽക്കും. ഇടുക്കി രൂപത ഒറ്റയ്ക്കല്ല, ഈ കേരള കത്തോലിക്ക സഭ മൊത്തം ഒരുമിച്ച് ഇടുക്കി രൂപത കൂടിയുണ്ട്. നമസ്കാരം. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവിംഗ് ബീച്ചാണ് ഈ മുഴപ്പിലങ്ങാട് ബീച്ച്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ശ്രദ്ധേയമായ 6 ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നും കൂടിയാണ് ഈ മുഴപ്പിലങ്ങാട് ബീച്ച്. കണ്ണൂർ ജില്ലയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. അതോടൊപ്പം ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളും ഈ ജില്ലയിൽ തന്നെയാണ്. അതുകൊണ്ട് തീരപ്രദേശവും മലയോര മേഖലയുമെല്ലാം ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. രാഷ്ട്രീയമായും പാരമ്പര്യമായും ഏറെ പ്രാധാന്യമുള്ള ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിനോടടുക്കുമ്പോൾ ഇവിടുത്തെ കാറ്റ് ആർക്ക് അനുകൂലമായി വീശും? ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഗുഡ്നസ് TVയുടെ ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡല പര്യടനത്തിലേക്ക് നമുക്ക് കടക്കാം. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ രഘുനാഥ് സാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സാറേ നമസ്കാരം. തെരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും വളരെ അടുത്ത ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം എങ്ങനെ പോകുന്നു? നല്ല നിലയിൽ പോകുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പരസ്യമായ പ്രചരണം നടത്തേണ്ട ദിവസം അവസാനിക്കാൻ പോവുകയാണ്. കണ്ണൂർ പുതിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. കണ്ണൂരിൽ ആദ്യമായി NDAക്ക് അനുകൂലമായ ഒരു വീഡിയോ എഴുത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അണികളും പ്രവർത്തകന്മാരും വോട്ടർമാരും NDAക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDFും UDFും മാറി മാറി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സാറിൻ്റെ ഓപ്പോസിറ്റ് ആയാലും KPCC പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ MP ജയരാജനും ഇവരൊക്കെയാണ് മത്സരിക്കുന്നത്.
ഈ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ജനങ്ങൾ ഈ രണ്ടുപേരെയും മടുത്തിരിക്കുന്നു. കാരണം ഇതുവരെയുള്ള ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മാറി മാറി ജയിച്ചത് ഇടതുപക്ഷവും വലതുപക്ഷമാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ജയിച്ചിട്ടും കണ്ണൂർ പാർലമെൻറ്റ് സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ഈ നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ ഏറെ നിരാശയോടുകൂടി എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ KPC പ്രസിഡൻ്റായാലും ശരി, പോളിറ്റ് ബ്യൂറോ മെമ്പറായാലും ശരി, അവരൊക്കെ കണ്ണൂരിൽ തികച്ച അപ്രസക്തമാണ്. കാരണം അവരൊക്കെ ജനങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട ആളുകളാണ്. 2 ടേമായിട്ട് UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചു പോയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ പോലും പോകാറില്ല എന്ന് കണക്കുകൾ പറയുന്നു. നിയോജകമണ്ഡലത്തിൽ ലഭിക്കേണ്ട ഫണ്ടുകൾ പോലും വിനിയോഗിക്കാൻ കഴിയാതെ ദയനീയ പരാജയമായ ഒരു MP വീണ്ടും മത്സരിക്കുമ്പോൾ ജനങ്ങൾ അതിനെ വളരെ പുച്ഛത്തോടു കൂടി കാണുന്നു. അദ്ദേഹത്തിനൊന്നും കഴിയില്ല എന്നായ സ്വയം പ്രഖ്യാപിച്ചതാണ്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ കണ്ണൂരിൽ പുതിയ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. അപ്പോൾ ഈ 2 പേരെയും മാറ്റി നിർത്തണമെന്ന് കണ്ണൂരിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. അത് പുതിയ തലമുറ വളരെ ശക്തമായി ഏകദേശം 30% വരുന്ന പുതിയ തലമുറ കണ്ണൂരിൽ പുതിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഒരു മാറ്റം കണ്ണൂരിൽ ഉണ്ടാകും. ഈ 2 പേരായതുകൊണ്ട് NDAക്കാർക്ക് എന്തെങ്കിലും ബേജാറുണ്ട് അങ്ങനെയൊന്നും ധരിക്കണ്ട. ഈ 2 പേര് തികച്ചും അപ്രസക്തമാണ്, പരാജയപ്പെട്ട പരീക്ഷണങ്ങളാണ്. ഈ 2 മുന്നണികളെയും നമ്മൾ ജനങ്ങൾ മത്സരിച്ച് വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ പോയി സംസാരിക്കാൻ കഴിയാതെ ഈ 5 വർഷക്കാലത്തിനിടെ ഒരു തവണയാണ് അദ്ദേഹം എഴുന്നേറ്റുന്നത്. 25 കോടി ഫണ്ട് ലഭിച്ചിട്ട് 19 കോടി ലാപ്സാക്കിയ ഒരു MP-യാണ്. കണ്ണൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് പോലും ലാപ്സാക്കുന്ന ഒരു MP-യെ ജനങ്ങൾക്ക് ആവശ്യമില്ലാതെ തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷമാണെങ്കിൽ ബോംബ് രാഷ്ട്രീയമാണ്, അവർക്ക് പുതിയ കാഴ്ചപ്പാടുകളില്ല. അവർ 2 പേരും ഒന്നിച്ച് മത്സരിക്കേണ്ടവരാണ്. ഇവിടെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർ ഇങ്ങനെ മത്സരിക്കുകയാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ ഇത്തവണ അതിനൊക്കെ മാറ്റമുണ്ടാക്കി വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. സാറേ, കണ്ണൂർ ലോക്സഭാ മണ്ഡലം വെച്ച് നോക്കുമ്പോൾ തീരദേശ പ്രദേശവും അതോടൊപ്പം തന്നെ കുടിയേറ്റ മേഖലയും മലയോര പ്രദേശവും കൂടി ഉൾപ്പെടുന്നതാണ് ഈ ലോക്സഭാ മണ്ഡലം. മലയോര ജനതയുടെ ഒരു വലിയൊരു പ്രശ്നം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട്. അത് വന്യമൃഗ ആക്രമണവും കർഷകർക്ക് കൃഷിയിടത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ്. ഈ ഒരു വിഷയത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി നിലയിൽ സാർ എന്ത് നിലപാടായി എടുക്കും? കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് പോലും വിനിയോഗിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഞാനിപ്പോൾ മലയോര മേഖലയായ കൂട്ടുപുഴ തൊട്ട് ആലക്കോട് എല്ലാ പ്രദേശത്തും സഞ്ചരിച്ചാൽ കൂട്ടുപുഴയിലെ പേരട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ നിരവധിയായ ആളുകൾ എന്നെ കാണാൻ വന്നു. പേരട്ടയിലൊരു കുന്നിൻപുറത്ത് 2 കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ച് അവർക്കുണ്ടായ നഷ്ടങ്ങൾ ഞാൻ നേരിൽ കണ്ടു. രാത്രി കാലത്ത് ആ പ്രദേശത്തെ മലയോര മേഖലയിലെ ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായി. വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാനകളുടെ ശല്യം ആ പ്രദേശത്തുണ്ടായിട്ട് ഏകദേശം 46 കോടിയോളം രൂപ കേരളത്തിന് വേണ്ടി വൈദ്യുത കമ്പി വേലി സ്ഥാപിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടും ആ പ്രദേശങ്ങളിലൊന്നും വൈദ്യുതി കമ്പി വേലി സ്ഥാപിച്ചിട്ടില്ല. നിങ്ങളറിയാം, 6 ഫാമിനകത്ത് മാത്രം 16ഓളം അവിടുത്തെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 46ഓളം ആളുകൾ കണ്ണൂർ ജില്ലയിൽ വനമേഖലയിൽ നിന്ന് മലയോര മേഖലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സമ്പാദ്യം, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായ നാണ്യവിളകൾക്ക് അവർക്ക് വില ലഭിക്കുന്നത്. ഇപ്പം മിനിയാന്നത്തെ കണക്ക് പ്രകാരം ഞാൻ സംസാരിച്ചപ്പോൾ ഇരിട്ടി പോലെയുള്ള സ്ഥലത്ത് ഞാൻ വിലയെടുത്തപ്പോൾ 150 രൂപയാണ് റബ്ബറിന് ലഭിക്കുന്നത്. മിനിമം 250-ൽ കൂടുതൽ രൂപ റബ്ബറിന് വില ലഭിച്ചാൽ മാത്രമേ, കിലോവിന് ലഭിച്ചാൽ മാത്രമേ ലാഭകരമായി ആ കൃഷി അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഈ കർഷകരുടെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും. റബ്ബറിനും നാളികേരത്തിനും കശുവണ്ടിക്കും താങ്ങ് വില നിശ്ചയിക്കാൻ ഞാൻ പാർലമെൻറ്റിനകത്ത് പോരാടുമെന്നാണ് മലയോര പ്രദേശത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. തീരദേശത്തെ പ്രശ്നങ്ങൾക്കും ഇതുപോലെയുണ്ട്. ഇപ്പം നമുക്കറിയാം, കടലോര മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ അവർക്ക് കൂലിയും അവർക്ക് ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ മത്സ്യസമ്പത്തുകൾ സമുദ്രതീരത്ത് സമുദ്രത്തിലുള്ള മത്സ്യസമ്പത്തുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം പട്ടിണിയും പരിവട്ടവുമായാണ് ഈ നമ്മുടെ തീരദേശ മേഖലയിലുള്ള ആളുകൾ പോകുന്നത്. ഈ 2 മേഖലയും പരിപോഷിപ്പിക്കുന്നതിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ഉണ്ടാകും. അവർക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സാറേ, മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചെങ്കിലും ഇതുവരെയും അത് പ്രസിദ്ധീകരിക്കാനോ അതും നടപടിയെടുക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ന്യൂനപക്ഷമാവുന്ന ഈ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് സാറ് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ഞാനെന്ത് ചെയ്യില്ല. പൊതുവെ ഒരു ജനസമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി കേരളത്തിലെ ക്രൈസ്തവ സഭ ഒരു ഭീഷണി നേരിടുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് ഭീഷണിയില്ല. അവരുടെ ഭൂരിപക്ഷം കുറയുന്നത് അല്ലെ ജനസംഖ്യ കുറയുന്നത് അത് അവരുടേതായ കാര്യങ്ങളാണ്. അത് ആരുടെയും നിർബന്ധപരമായിട്ടുണ്ടായതല്ല. പക്ഷേ പൊതുവേ പറയാനുള്ളത് കേരളത്തിൽ ക്രൈസ്തവർക്ക് ഭീഷണിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം മറ്റുള്ള മതവിഭാഗങ്ങളെ പോലെ തന്നെ ക്രൈസ്തവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിൽക്കും. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാനും സാധിക്കണം. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവർ പ്രത്യേക ഭീഷണി നേരിടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തന്നെയാണ് എൻ്റെ പാർട്ടിയും കാഴ്ചപ്പാട്. ക്രൈസ്തവർക്ക് കേരളത്തിൽ ഒരു ഭീഷണിയുമില്ല. ക്രൈസ്തവരെ നല്ല നിലയിൽ നോക്കുന്ന ഒരു ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്. ക്രൈസ്തവരുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് അവരൊക്കെ പോകുന്നത്. മറ്റൊരു വിഷയം, ഇപ്പോൾ മണിപ്പൂർ വിഷയം ഉയർത്തി വരുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലാ മേഖലയിലും, കണ്ണൂരിൽ നിന്നല്ല എല്ലാ മേഖലയിലും മണിപ്പൂർ വിഷയം, അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു. ഇന്നലെയും അങ്ങനെ ഒരു വിഷയം മാധ്യമങ്ങളെല്ലാം വന്നായിരുന്നു. സംഭവങ്ങളുടെ അതൊക്കെ അപലപിക്കപ്പെടേണ്ടതാണ്. എന്തായാലും മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റ് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവിടെയും പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, ഇടത് വലത് രാഷ്ട്രീയക്കാർ, അവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്. അവരിതൊക്കെ തന്നെ വെറുതെ മുതലക്കണ്ണീർ ഉറക്കുന്നതാണ്. അവർക്കിതിലൊന്നും സത്യസന്ധമായ, നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും അധികം മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ച ഇടതുപക്ഷക്കാരാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ഇസ്ലാമികളായ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏറ്റവും അധികം പീഡിപ്പിച്ചവരാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ സഭയെ അധിക്ഷേപിക്കുന്നവർ ഇവിടെ ഇസ്ലാമുകളല്ലേ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ. നിങ്ങൾക്കറിയാം മെത്രാനെയും അതുപോലെ തന്നെ ബിഷപ്പുമാരെയും തെറിവിളിക്കുന്ന മുഖ്യമന്ത്രിയുള്ളൊരു നാടാണ്. ആരാണ് ജോസഫിനെ കൈവെട്ടിയത്? ഈ കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ടാണ് അവർക്ക്. അല്ലെങ്കിൽ ജിഹാദികൾക്ക് എവിടെയാണ് കൈവെട്ടാനുള്ള അവസരം ഉണ്ടാവുക? അപ്പോൾ ജോസഫിനെ മാഷിനെ കൈവെട്ടിയ അവരുമായി ചേർന്നാണ് ഇവിടെ UDF മത്സരിക്കുന്നത്. നിങ്ങളറിയാം, SDPക്കാരൻ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്കാണ്. കേരളത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് ജിഹാദികൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് മതന്യൂനപക്ഷങ്ങളായ ജോസഫ് മാഷിയുടെ കൈവെട്ടിയവർക്ക് പോലും പിന്തുണ കൊടുക്കുന്ന, അവരുടെ പിന്തുണ സ്വീകരിക്കുന്ന ഈ മുന്നണികളെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ ഒരു ന്യൂനപക്ഷത്തെയും ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകണമെന്നും ആ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് NDA എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, അവസാനമായിട്ട് കഴിഞ്ഞൊരു 3-4 ടൈം നോക്കി കഴിഞ്ഞാൽ BJPക്ക് വോട്ടിംഗ്, NDAക്ക് വോട്ടിംഗ് ശതമാനം കൂടുതലാണ്. കണ്ണൂർ മണ്ഡലത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് വിജയം അത് എത്രത്തോളം, എത്ര പ്രതീക്ഷയുണ്ട്? വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ഇത്തവണ ഞാൻ മത്സരിക്കണം. കണ്ണൂരിൽ ആദ്യമായി NDAക്ക് അനുകൂലമായ തരംഗമുണ്ടാകും. വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചൊക്കെ മറന്നുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും പഴയ 2019 വോട്ടിംഗ് പാറ്റേൺ പറയണ്ട. 2019 ശേഷം കണ്ണൂർ ജില്ലയിലെ വോട്ടിംഗ് ശതമാനം മാത്രമല്ല, വോട്ടർമാർ വർദ്ധിച്ചിട്ടുണ്ട്. 30% വരുന്ന പുതിയ ചെറുപ്പക്കാരാണ്. 20-നും 30-നും വയസ്സിനും ഇടയിലുള്ള 30% വരുന്ന ഈ ചെറുപ്പക്കാരിലാണ് എൻ്റെ വിശ്വാസം. അവർ എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. കണ്ണൂരിൽ ആദ്യമായി താമര വിരിയും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ 2 അക്കത്തിലേക്ക് BJP കടക്കും. അതിലൊന്ന് കണ്ണൂരായിരിക്കും. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDFൻ്റെ സ്ഥാനാർത്ഥി ശ്രീ MB ജയരാജൻ സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? പ്രചരണം ഇപ്പോൾ ഞാൻ ഫെബ്രുവരി 25 തുടങ്ങിയതാണ്. ആദ്യം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള സന്ദർശനമായിരുന്നു. പിന്നീട് മാർച്ച് 27 മുതൽ പൊതുപരിപാടികൾ ആരംഭിച്ചു. അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി ഒരു 7 റൗണ്ട് അസംബ്ലി മണ്ഡലങ്ങൾ ഓരോന്നും കവർ ചെയ്തിട്ടുണ്ട്. പൊതുവെ നല്ല പ്രതികരണമാണ് വോട്ടർമാരെന്ന് കാണുന്നത്. അതിന് രാഷ്ട്രീയവുമുണ്ട്, വികസന കാര്യങ്ങളുമുണ്ട്. ഒപ്പം ഈ മണ്ഡലത്തിൽ നിലവിലുള്ള MP കാര്യമായി ഒന്നും ചെയ്തില്ല എന്ന പ്രശ്നങ്ങളുമുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമാണ് സ്ഥിതി. 2019 സാഹചര്യമല്ല ഇപ്പോൾ. അന്ന് ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലായാലും LDF UDFൻ്റെയും BJPയുടെയും കൈവശം ഉണ്ടായിരുന്ന പല വാർഡുകളും പഞ്ചായത്തുകളും
പിടിച്ചെടുത്തു എന്നുള്ളതും സീറ്റുകൾ നിയമസഭാ സീറ്റുകളടക്കം പിടിച്ചെടുത്തു എന്നുള്ളതും പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും LDF ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ. ആ കണ്ണൂരിൻ്റെ ആ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മനസ്സ് തുറന്ന് വോട്ടർമാർ പറയുന്നുണ്ട്. ഒന്ന്, കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP ഇനിയും ഭരിച്ചുകൂടാ എന്നത് പൊതുവിലുള്ള ഒരഭിപ്രായം, മതനിരപേക്ഷ വിശ്വാസികളുടെയും മതവിശ്വാസികളുടെയും പൊതു അഭിപ്രായം അതാണ്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം BJP അനുകൂലമാണ്. ഒരു മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് തന്നെ തീവ്ര ഹിന്ദുത്വത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും BJPയിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് പൊതുവിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായ ഒരാഗ്രഹമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരവേദിയിൽ പ്രകടമായി കാണാനുണ്ട്. സാറേ, ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മുന്നണിയും ഒരു കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തൊരു കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമായാലും അതിന് മുമ്പത്തെ പ്രാവശ്യം LDFും UDF ഒക്കെ മാറി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ കേരളത്തിൽ? അല്ലെങ്കിൽ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? കേന്ദ്രഭരണവിരുദ്ധ വികാരമുണ്ട്, സംസ്ഥാന ഭരണത്തിനെതിരായിട്ടുള്ള വികാരമില്ല. മാത്രമല്ല, UDFകാർ പ്രചരണ യോഗങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് വിമർശനപരമായി പറയുന്നില്ല. അവർ അത് ഉപേക്ഷിച്ചു. എന്നിട്ടിപ്പോൾ വ്യക്തിഹത്യയാണ് അവർ നടത്തുന്നത്. കാരണം അത് ഏശിയില്ല. അവരാദ്യം LDF സർക്കാരിന് എതിരായി നടത്തിയ പ്രചാരവേല ജനങ്ങളിൽ ഏശിയില്ല. ഇപ്പോൾ ഈ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ ഇതെല്ലാം ഒന്നിച്ച് വന്നപ്പോൾ LDF സർക്കാർ 62 ലക്ഷം പേർക്ക് 3 മാസത്തെ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു മാസത്തിനകം 3 മാസത്തെ പെൻഷൻ 4800 രൂപ വീതമാണ് കൊടുത്തത്. അതാവട്ടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ട 57,400 കോടി നിഷേധിച്ചിട്ടും, ഒപ്പം വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ, ഈ 3 പെൻഷൻ്റെ കേന്ദ്രവിഹിതം ഒരു കൊല്ലം കുടിശ്ശികയാക്കിയിട്ടും കേന്ദ്രം കൊടുക്കേണ്ട പൈസയടക്കം സംസ്ഥാനം കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താൻ ഇനിയില്ല. കാരണം ഇത്രമാത്രം പൊതുജനങ്ങൾക്ക് വേണ്ടി, മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഭരണ നടപടികളിലൂടെ ക്ഷേമവും വികസനവും നടപ്പാക്കിയ മറ്റൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ദേശീയപാതയുടെ 1-ാം ഘട്ടം മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത് ഈ സമയത്താണ്. അത് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ 51 വർഷത്തെ ചരിത്രത്തിൽ പണി പൂർത്തീകരിക്കാത്ത ഒരു വൻ പദ്ധതി പൂർത്തീകരിച്ചു വന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ടാണ് സ്ഥല ഏറ്റെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സ്ഥലം ഏറ്റെടുത്തതുകൊണ്ടാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമായത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങളിൽ ഇടതുപക്ഷത്തെ ജനങ്ങൾ നല്ലപോലെ പിന്തുണക്കുന്നത്. സാറേ, ഈ കണ്ണൂർ മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും സാർ തിരഞ്ഞെടുക്കപ്പെടുകയാണ്? ആദ്യത്തെ പ്രയോറിറ്റി ഞാൻ വിമാനത്താവളത്തിന് പോയിൻ്റ് ഓഫ് കോൾ പദവി ലഭ്യമാക്കാനുള്ള ഇടപെടലായിരിക്കും. ഇതിനകം LDFൻ്റെ പ്രതിനിധി സംഘം ഡൽഹിയിൽ പോയി വ്യോമയാന മന്ത്രി അടക്കമുള്ളവരെ കണ്ട് നിവേദനം കൊടുത്ത് ഇടപെട്ടതാണ്. ആ ഇടപെടൽ തുടരും. അതോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ 90 കോടി രൂപ ഒരു വർഷം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതും 60 ലക്ഷം യാത്രക്കാരുള്ളതുമായ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ വികസനം, പിന്നെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, ഇതുൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട മുഖ്യ വിഷയങ്ങൾ, അതിന് ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ടായിരിക്കും ഇടപെടുക. മാത്രമല്ല, ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രകടന പത്രിക, കണ്ണൂർ LDF വിജയിച്ചാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ജനപ്രതിനിധികളും പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രതിനിധികളും അടക്കം ഇരുന്ന് ചർച്ച ചെയ്ത് അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ പരിഗണിച്ചതിന് ശേഷം തയ്യാറാക്കിയ പ്രകടന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. UDF അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നവരല്ല. ജയിച്ചാലും ഒന്നും ചെയ്യൂല. കാരണം കഴിഞ്ഞ 5 വർഷം ഇവിടുന്ന് ജയിച്ചു പോയ MP
MP ഫണ്ട് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ് ചെലവഴിച്ച ഒരു മണ്ഡലം കണ്ണൂരാണ്. എന്ന് പറഞ്ഞാൽ 25 കോടി രൂപയാണ് 5 വർഷത്തേക്ക് MP ഫണ്ട് ലഭിക്കേണ്ടത്. അതിൽ 4.5 കോടിയാണ് ചെലവഴിച്ചത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ UDF പ്രകടന പത്രികയൊന്നും ഇല്ല. ഞങ്ങൾ LDF വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തി കണ്ണൂരിൽ കൊണ്ടുവരേണ്ട പദ്ധതികൾ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കിക്കൊണ്ടാണ്, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജനങ്ങളെ സമീപിക്കുന്നത്. സാർ, ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ റബ്ബർ കർഷകരുടെ ഒരു പ്രശ്നം, അതോടൊപ്പം തന്നെ മറ്റ് കർഷകരുണ്ട്, സാർ നേരത്തെ പറഞ്ഞ വന്യജീവി ആക്രമണമുണ്ട്. ഇപ്പോൾ ഈ റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും റബ്ബർ കർഷകരുടെ ഒരു പ്രശ്നം, റബ്ബറിന് ഒരു താങ്ങുവില കിട്ടുന്നില്ല. പിന്നെ സാധാ കർഷകർക്ക് വന്യജീവി ആക്രമണം, ആനയുടെ ആക്രമണം, ഇതെല്ലാം ഈ ഒരു കണ്ണൂർ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കുടിയേറ്റ ജനതയുടെ ഏറെ ആശങ്കയുള്ളതാണ്. ഈ വിഷയത്തിൽ സാർ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തുന്നു? തീർച്ചയായും റബ്ബറിന് ഇവിടെ ഒരു ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാർ. അതിന് ഒരു 180 രൂപ വരെ കിട്ടത്തക്ക നിലയിൽ വില സ്ഥിരതാ ഫണ്ട് ഏർപ്പെടുത്തിയത്. പക്ഷെ അത് പോരാ, അത് ഉയർത്തണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായം നൽകണം. ഇന്ത്യയിൽ കേരളം മാത്രമാണ് ഇങ്ങനെ ഒരു ഇൻസെൻറ്റീവ് പരിപാടി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു സഹായം നൽകാവുന്നതാണ്. അതെങ്ങനെ ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഇറക്കുമതി നയം കൊണ്ടാണല്ലോ റബ്ബറിൻ്റെ വില ഇടിഞ്ഞത്. ആസിയാൻ കരാർ പോലെയുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടതാണല്ലോ ഈ ഉൽപ്പന്നങ്ങൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിയാൻ കാരണം. അപ്പോൾ ഈയിടെ ആദായ നികുതി വകുപ്പ് ഒരു കാര്യം കണ്ടെത്തി. ടയർ മുതലാളിമാർക്കാണ് റബ്ബർ ഇറക്കുമതി കൊണ്ട് പ്രയോജനം. ആ ടയർ മുതലാളിമാർ ടാക്സ് വെട്ടിച്ച് കോടികൾ ഉണ്ടാക്കി എന്നാണ് കണ്ടെത്തിയത്. അതിന് പിഴയിടുകയും ചെയ്തു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ പിഴയിട്ട തീരുമാനം വന്നപ്പോൾ ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഈ പിഴ മുഴുവൻ ഈടാക്കുക, കമ്പനികളിൽ നിന്ന് ഈടാക്കി ആ തുക കൃഷിക്കാർക്ക് കൊടുക്കുക, റബ്ബർ കൃഷിക്കാർ. കാരണം റബ്ബർ കൃഷിക്കാർക്ക് അർഹതപ്പെട്ടതാണ് ഈ ടയർ മുതലാളിമാർ കൊള്ള ലാഭം ഉണ്ടാക്കിയിട്ട് അടിച്ചു മാറ്റിയത്. അതൊന്ന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ ഇൻസെൻറ്റീവിൽ ഒരു വിഹിതം തരിക, അതോടൊപ്പം താങ്ങുവില കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കണം. ഇതാണ് റബ്ബറിൻ്റെ അടക്കമുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതിനും കൃഷിക്കാർക്ക് കൃഷി ചെലവിന് അനുസരിച്ച് തുക കിട്ടുന്നതിനും ഒരു മാർഗം. രണ്ടാമത്തത്, കൃഷി നശിപ്പിക്കുകയും കൃഷിക്കാരടക്കമുള്ള ജനങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന കൊലയാളികളായ വന്യജീവികളെ നേരിടേണ്ട പ്രശ്നമാണ്. അതിന് കേന്ദ്ര വനം സംരക്ഷണ വകുപ്പ് വനം സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം. അതിൽ 11ാം വകുപ്പിൽ പറയുന്നത്, ഇപ്പോൾ അക്രമകാരികളായ മൃഗത്തെ കൊല്ലണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന അധികാരം വിനിയോഗിക്കണമെങ്കിൽ ആ മൃഗത്തെ മയക്കുവെടി കൊണ്ട് കൂട്ടിലടക്കാൻ കഴിയില്ല എന്ന് സർട്ടിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ആ വന്യമൃഗത്തെ മയക്കുവെടി വെച്ചതിന് ശേഷം കാട്ടിലയക്കാൻ കഴിയില്ല എന്നും ബോധ്യപ്പെടണം. ഇതൊത്തിരി സാങ്കേതിക നടപടിക്രമങ്ങളാണ്. അതുകൊണ്ടൊന്നും ഈ അക്രമകാരികളായ മൃഗത്തെ വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ ആളെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലാൻ അധികാരം നൽകണം. അപ്പോൾ സെക്ഷൻ 11 ഭേദഗതി ചെയ്യണം. ഇത് സുവ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പ്രയത്നിക്കും. എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട്? LDF വിജയിക്കും. കാരണം പൊതുവെ LDF അനുകൂലമാണ് സ്ഥിതി. അത് പ്രകടമായി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത്തവണ LDF കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം വിജയിക്കും. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാൻ്റെ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവെ, വിശുംശേഖ് സ്തുതിയായിരിക്കട്ടെ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ചോളം അവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ എന്താണ്?
ഈ മലയോര കർഷകരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ദീർഘകാലമായി ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും മുമ്പിൽ ഉണർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത് കേവലം മതപരമായൊരു വിഷയമോ ഏതെങ്കിലും വിശ്വാസ സമൂഹത്തിൻ്റെ വിഷയമോ അല്ല, മറിച്ച് ഈ പ്രദേശത്തിൻ്റെ പൊതുവിഷയങ്ങൾ തന്നെയാണ്. പ്രധാനമായും ഇവിടെ വന്യമൃഗശല്യം കൊണ്ട് കർഷകർക്ക് ജീവിതം അസാധ്യമാകുന്ന സാഹചര്യമാണുള്ളത്. വനാതിർത്തിയും കൃഷിഭൂമിയും തമ്മിൽ വേർതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങളില്ലാതെ പോകുന്നത് കൊണ്ട് വന്യമൃഗങ്ങൾ നിർബാധം കാട്ടിലിറങ്ങി മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അതിജീവനത്തിനും ഭീഷണി ഉയർത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത്. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ആനമതിൽ, ഹാങ്ങിങ് ഫെൻസ് അല്ലെങ്കിൽ നീളത്തിലുള്ള ട്രഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അതിർത്തിയെ വേർതിരിക്കുക എന്നുള്ളത്. വനാതിർത്തിയും അതുപോലെ മനുഷ്യവാസമുള്ള കൃഷിഭൂമിയും തമ്മിൽ വേർതിരിക്കുക. അതിനുള്ള നടപടികളെടുക്കാൻ ഉത്തരവാദപ്പെട്ട കക്ഷികൾ കർഷകർക്ക് ഉറപ്പ് തരണം. ഏതാനും സ്ഥലങ്ങളിൽ അത് എടുത്തിട്ടുണ്ട്, അത് ഫലപ്രദമായി കാണുന്നുണ്ട്. അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് നിലനിർത്തണം. അത് നമുക്കറിയാം, ശത്രു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ അപ്രകാരം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ വേലികൾ 3000-4000 കിലോമീറ്ററൊക്കെ കെട്ടിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. അങ്ങനെയെങ്കിൽ ഈ പാവപ്പെട്ട കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 100-200 കിലോമീറ്റർ ദൂരം ഇപ്രകാരം വേലികളോ അതല്ലെങ്കിൽ മതിലുകളോ നിർമ്മിക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സത്വരമായ ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് ഇവിടുത്തെ വിലത്തകർച്ചയാണ്. വിലത്തകർച്ച എന്ന് പറഞ്ഞാൽ കൃഷി ഒരു ഉപജീവന മാർഗമായിട്ട് ഇന്ന് ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിട്ടുണ്ട്. അതിന് യഥാർത്ഥത്തിൽ പരിഹാരം കാണേണ്ടതുണ്ട്. എന്ന് പറയുമ്പോൾ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാർഷിക വിള എന്ന് പറയുന്നത് റബ്ബറാണ്. റബ്ബർ കാർഷിക വിളയാണെന്ന് സർക്കാർ പോലും കരുതുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ദുരന്തം. ഞങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഈ റബ്ബർ ടാപ്പിംഗ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. അതിലൂടെ റബ്ബർ കർഷകർക്ക് ന്യായമായൊരു വേതനം ലഭിക്കാൻ ഇടവരുന്നു. അതിലൂടെ അവൻ്റെ അധ്വാനത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മൂല്യം നിശ്ചയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ ഈ ബഫർ സോണ്, ES, EFL തുടങ്ങിയ നിരവധിയായ ഓമന പേരുകളിട്ട് കർഷകൻ്റെ കൃഷിഭൂമി പിടിച്ചെടുക്കാനും കർഷകൻ്റെ കൃഷിഭൂമിയെ മൂല്യരഹിതമാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, വിശിഷ്യ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കേന്ദ്ര സർക്കാരിൽ ഞങ്ങൾ ഈ വിഷയവുമായി ചെന്നപ്പോൾ കൃത്യമായ ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിഭൂമികളെ ഒഴിവാക്കി ഭൂമിയുടെ ഷെയ്പ്പ് മാപ്പ് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ട് സർക്കാർ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അന്ന് ഞങ്ങളോട് സംസാരിച്ചത്. വർഷങ്ങളായിട്ടും ഇനിയും ആ ഒരു കാര്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു തട്ടിക്കൂട്ട് രേഖ കേന്ദ്രത്തിന് സമർപ്പിക്കാനുള്ള നടപടികളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇവിടുത്തെ കർഷകരുടെയും ജനപ്രതിനിധികളുടെയും വികാരങ്ങൾ മാനിക്കാതെ ഇത്തരത്തിലുള്ള ഷെയ്പ്പ് മാപ്പുകൾ, ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തി കേന്ദ്രത്തിൽ സമർപ്പിക്കുന്നത് കർഷകരുടെ താല്പര്യങ്ങളെ അപകടത്തിലാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിചാരം. വീണ്ടും ഇവിടുത്തെ വന്യമൃഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, വന്യമൃഗങ്ങളല്ലാത്ത മൃഗങ്ങൾ ഇവിടെ കൃഷിഭൂമിയിൽ നിർബാധം വിലസുന്നുണ്ട്. പ്രത്യേകിച്ച് കാട്ടുപന്നി, അതുപോലെ കുരങ്ങ്, മയിൽ, ഇതൊന്നും കാട് കണ്ടിട്ടില്ലാത്ത ജീവികളാണ്. ഇതൊക്കെ കർഷകൻ്റെ കൃഷിഭൂമിയിൽ പെറ്റുപെരുകുന്ന ജീവികളാണ്. ഇവയെ വന്യജീവികളായി പരിഗണിക്കാതെ ഇവയെ ഇടമേലുള്ള ഉടമസ്ഥാവകാശം കർഷകന് വിട്ടു നൽകുക, അവയെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം കർഷകന് നൽകുക എന്നുള്ളതാണ് ഈ കൃഷിഭൂമിയെ സംരക്ഷിക്കാനുള്ള യഥാർത്ഥമായ മാർഗം എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു.
തെരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ ശബ്ദത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് തലശ്ശേരി അതിരൂപതയിലെ പാസ്റ്ററൽ കോർഡിനേറ്ററും അതോടൊപ്പം കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെ ഗ്ലോബൽ ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയിലച്ചനാണ്. അച്ഛാ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസം മണിക്കൂർ കൊണ്ടുള്ളൂ നമ്മൾ ഈ ഒരു പോളിംഗ് ബൂത്തിലേക്ക് എത്താനായിട്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ പാസ്റ്ററൽ കോർഡിനേറ്ററാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഗ്ലോബൽ ഡയറക്ടറും കൂടിയാണ്. നമ്മുടെ ഈ ഒരു നിലപാട്, ക്രൈസ്തവൻ്റെ ഒരു നിലപാട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതെന്തായിരിക്കും? ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ പുതിയ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അവരാണ് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കേണ്ട വ്യക്തികൾ. അവരാണ് നമുക്ക് വേണ്ടി ഈ പാർലമെൻറ്റിൽ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണമെന്നുള്ളതാണ്. ആരും വോട്ട് പാഴാക്കി കളയരുത്, എല്ലാവരും വോട്ട് ചെയ്യണം. അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളുടെ അനുദിന പ്രശ്നങ്ങളിൽ ഇടപെടുകയായിരുന്നു. ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സർക്കാരുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യജീവി പ്രശ്നങ്ങൾ മൂലം ഇവിടെ ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. രണ്ടാമത്തത്, ഇവിടുത്തെ കർഷകരായ ആളുകൾക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ സംജാതമായതുകൊണ്ട് അവർക്ക് അവരുടെ വിളകൾക്ക്, നാണ്യവിളകൾക്ക് അവർക്ക് മാന്യമായ വില ലഭിക്കണമെന്നുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്, ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമുദായം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണം. ക്രൈസ്തവരെ പലപ്പോഴും മുന്നോക്ക സമുദായക്കാരായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും തമസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി പഠിക്കുവാൻ ഇവിടെ കേരള സർക്കാർ ഒരു JB കോശി കമ്മീഷൻ നിശ്ചയിച്ചു. ആ കമ്മീഷന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈ സമുദായത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ പരാതികൾ കേട്ട് കൃത്യമായ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. നിർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ് ഇതുവരെ ആ റിപ്പോർട്ടിന്മേൽ കാര്യമായൊരു നടപടിയെടുത്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അവർ ചില നിർദ്ദേശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതിന് കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളതായിട്ട് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ സത്യമായിട്ട് ഗവൺമെൻറ് ഇടപെടണം. അതിനോടുള്ള ഒരു റിയാക്ഷൻ കൂടി ആയിരിക്കും ഈ ഇലക്ഷൻ. ക്രൈസ്തവർ ചിന്തിക്കുന്നത്, ക്രൈസ്തവരായ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആര് അഡ്രസ്സ് ചെയ്യും, ഞങ്ങളെ ആരൊക്കെ പരിഗണിക്കും, ഞങ്ങൾക്ക് വേണ്ടി ആരൊക്കെ സംസാരിക്കും, അത് ക്രൈസ്തവർക്ക് പ്രധാനം തന്നെയാണ്. ക്രൈസ്തവരെ പരിഗണിക്കുന്നതിനെപ്പറ്റി പറയുമ്പോൾ മറ്റുള്ളവരെ ഉപേക്ഷിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളും അവരുടേതായ കാര്യങ്ങളും ഉണ്ട്. അത് ചെയ്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. പക്ഷേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവർ മിണ്ടാതിരുന്നത് കൊണ്ടും സഹിഷ്ണുതയോടെ കാത്തിരുന്നത് കൊണ്ടും ക്രൈസ്തവരുടെ പല വിഷയങ്ങളും നിർദാക്ഷിണ്യം അവഗണിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു സത്യമാണ്. ഇനി അത് പറ്റില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായിട്ടുണ്ടായിരിക്കും. ഈ ഇലക്ഷനെ പറ്റി എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, വോട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് കക്ഷി രാഷ്ട്രീയങ്ങളുടെ പിറകെ പോകാതെ ഈ ഇലക്ഷന് നിൽക്കുന്ന ആളെ, കാൻഡിഡേറ്റിനെ കൃത്യമായിട്ട് നോക്കണം. ആ കാൻഡിഡേറ്റിൻ്റെ മനോഭാവം എന്താണ്. നേരത്തെ വിജയിച്ച ഒരു MP ആയിരുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം ഈ MP എന്തുമാത്രം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളെ കാണാനോ സംസാരിക്കാനോ വരാത്ത ആളാണോ, നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളാണോ, നമ്മളുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളാണോ, ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടി ആളുകൾ തിരഞ്ഞെടുത്താലേ ഈ ഇലക്ഷൻ പ്രക്രിയ അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാണ് ഞാൻ, അതുകൊണ്ട് ആ മുന്നണി നിർത്തുന്ന ഏത് കാൻഡിഡേറ്റിനെയും ഞാൻ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഞാനൊരു അടിമയായി മാറുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ജനാധിപത്യം വിജയിക്കണമെങ്കിൽ, ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ പ്രവർത്തിക്കണമെങ്കിൽ അവരെ നിശിതമായി നമ്മൾ വിലയിരുത്തണം കൃത്യമായിട്ട്. ഇനി വരാൻ പോകുന്ന പുതിയതായിട്ട് ഇലക്ഷൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കഴിഞ്ഞകാല ചരിത്രം എന്താണ്,
അവരെന്തുമാത്രം ജനങ്ങളോട് കൂടെ നിന്നിട്ടുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അവരുടെ ഇടപെടലുകൾ എന്തുമാത്രം ശക്തമായിരുന്നു, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ടേ വോട്ട് ചെയ്യാവുള്ളൂ എന്നാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നതിലും ഒരു ക്രൈസ്തവൻ എന്ന നിലയിലും എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം വെച്ചാൽ ഇതൊരു സമുദായ സംഘടനയാണ്, ക്രൈസ്തവ ഇതാണ്. ഇന്ന് കേരളത്തിലായാലും ഭാരതത്തിലായാലും ക്രൈസ്തവ സമൂഹം ഒരുപാട് അവഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നില്ലേ? അത് ഡയറക്റ്റായിട്ടുള്ള ആക്രമണം മാത്രമല്ല, ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു രീതിയിലൊരു ആക്രമണമായിരിക്കാം ഇൻഡയറക്റ്റായിട്ട്. ഈ ഒരു സംഭവം ഇന്ന് കേരളത്തിലും നിലനിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഈ ക്രൈസ്തവരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നാട്ടിൽ മുഴുവൻ വളർന്നു വരികയാണ്, കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. എന്തേ ക്രൈസ്തവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു അനുഭവം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൈസ്തവർ ഈ നാട്ടിലെ ജനങ്ങളാണ്. 2000 വർഷത്തോളമായി നമ്മളിവിടെ ഉണ്ട്, ഈ നാട്ടിലെ പൗരന്മാരാണ്. അപ്പോൾ ഈ നാട്ടിലെ പൗരന്മാർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ക്രൈസ്തവർ ഒരു രണ്ടാം കിട വ്യക്തിത്വങ്ങളൊന്നുമല്ല, അത് ആളുകൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് തോന്നുന്നത് പൊതുവായിട്ട് ക്രൈസ്തവർക്കെതിരെ ഒരു മനോഭാവമില്ല. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിലും വർഗീയ നിലപാടുകളിലേക്കും മാറുന്നത്. അവരെ വെച്ച് നമ്മൾ പൊതുസമൂഹം മുഴുവൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് നമ്മൾ. പക്ഷേ ഈ ന്യൂനപക്ഷത്തിൽ പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വർഗീയമായി ചിന്തിക്കുകയും ഈ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വേർതിരിവുകൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ആക്രമണങ്ങളിലൂടെ മറ്റു മതസ്ഥരെ അടിച്ചമർത്താമെന്ന് വിചാരിക്കുന്ന ആളുകളെ നമ്മൾ ഈ സമൂഹം തിരിച്ചറിയുകയും മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് മണിപ്പൂരിൽ, അതുപോലെ ഉത്തരേന്ത്യയുടെ പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്ക് നേരെയുള്ള വേട്ട ഉണ്ടാകുന്നുണ്ട്. അത് അപലപനീയമാണ്. അതിന് ആര് പിന്തുണ കൊടുത്താലും അവരെ നമ്മൾ അകറ്റി നിർത്തേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, സാറ് ചോദിച്ചായിരുന്നു ഈ കേരളത്തിലെ സ്ഥിതി എന്താണ്. ഈ കേരളത്തിലെ വന്യജീവി പ്രശ്നം സത്യത്തിലൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ വന്യജീവികളുടെ ആക്രമണം മൂലം മരണമടഞ്ഞ ആളുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കോ, അതിൽ ബഹുഭൂരിപക്ഷം വരുന്നവരും നമ്മുടെ ആളുകളാണ്, ക്രൈസ്തവരായ ആളുകൾ. അതിൻ്റെ അകത്ത് വന്യജീവികൾ മതം നോക്കിയല്ല ആക്രമിക്കുന്നത്. പക്ഷേ ഈ മലയോര മേഖലകളിൽ വനത്തോടടുത്ത് കിടക്കുന്ന പല പ്രദേശങ്ങളിലും താമസിക്കുന്നത് കുടിയേറ്റക്കാരായ ക്രൈസ്തവ ജനം തന്നെയാണ്. ആ കൂട്ടത്തിൽ മറ്റ് ഹൈന്ദവരായ സഹോദരങ്ങളും മുസ്ലിങ്ങളും ഉണ്ട്, അവരെ കണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ മരണമടഞ്ഞവരിൽ ബഹുഭൂരിപക്ഷ ആളുകളും ക്രൈസ്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ അത് വേദനിപ്പിക്കുന്നുണ്ട്. ഏത് മനുഷ്യനെ വന്യജീവി ആക്രമിച്ചാലും അതിനെതിരെ ക്രൈസ്തവർ അതുകൊണ്ടാണ് സടകുടഞ്ഞ് എണീറ്റ് പ്രതിഷേധം നടത്തുന്നത്. അപ്പം ആ ഒരു വിഷയം സത്യത്തിൽ വലിയ വിഷയം തന്നെയാണ്. നിങ്ങൾ ആ കണക്ക് കഴിഞ്ഞ ഒരു ദിവസം ദീപിക ദിനപത്രം, സഭയുടെ മുഖപത്രമായ ദീപിക തന്നെ അത് വെളിച്ചത്ത് കൊണ്ടുവന്നു. ഒരു പ്രാവശ്യം അതിൻ്റെ ഫ്രണ്ട് പേജിൽ കൃത്യമായിട്ട് മരണമടഞ്ഞ ആളുകളുടെ ഫോട്ടോ വെച്ച് അവതരിപ്പിക്കുകയുണ്ടായി. ഇത്ര വലിയൊരു വിഷയം ഇവിടെ നിലനിൽക്കുമ്പോഴും പലരും അത് തമസ്കരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ. ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കും. ഞാൻ പറയുന്നത് ഈ വനം വന്യജീവി വകുപ്പിന് അത് കൃത്യമായി കാര്യക്ഷമമായിട്ട് പരിഹരിക്കാൻ ഇല്ലെങ്കിൽ അതിൻ്റെ മന്ത്രി മാറി നിന്ന് അവരുടെ തന്നെ വേറൊരാളെ ആക്കട്ടെന്നേ. ഞാൻ മന്ത്രിസഭ മറിച്ചിടണമെന്നല്ല പറയുന്നത്. ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് അത് കാര്യക്ഷമമായിട്ട് നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാ അവർ മടിച്ചു നിൽക്കുന്നു? ഒരാൾക്കൊരു പൊസിഷൻ കൊടുക്കുന്നതാണോ വലുത്, ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണോ വലുത്? വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് എന്തോ ശാരീരികമായി ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ ഞാൻ ഈ ടി വിയിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചികിത്സാർത്ഥം അദ്ദേഹം മാറി നിൽക്കട്ടെ. പകരം മറ്റൊരു MLA അവരുടെ പാർട്ടിയിലില്ലേ, എന്തുകൊണ്ട് ആ MLA മന്ത്രിയാക്കുന്നത്? അതിനുള്ള സാധ്യതകളുണ്ടല്ലോ. ഞാൻ പറയുന്നില്ല പ്രതിപക്ഷത്തു നിന്ന് ഒരാളെ മന്ത്രിയാക്കണമെന്നും പറയുന്നത്, അവരുടെ തന്നെ ഇടയിലുള്ള ഒരാളുണ്ടല്ലോ, കുട്ടനാട്ടിൽ നിന്നുള്ളൊരു MLA ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ആക്കട്ടെ, അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രി ഒരു കഴിവുള്ള ഒരാളെ ആക്കട്ടെ. അങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മൾ നോക്കണം. ഇത് നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും അതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുവാൻ നമ്മുടെ ആളുകളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യും. വോട്ട് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ നാട്ടിലെ പ്രശ്നങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കും. അച്ഛാ, മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ അച്ഛൻ മാധ്യമങ്ങളുടെ ആയാലും ക്രൈസ്തവ സഭയ്ക്ക് വരുന്ന പല ആക്രമണങ്ങൾക്കെതിരെയും ശക്തമായ മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റ് എല്ലാ ന്യൂസ് മാധ്യമങ്ങളുടെ എല്ലാം അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഒരു ഇടുക്കി രൂപതയുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റോറി വിഷയങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ ആ ഒരു വിഷയത്തിൽ മറ്റൊന്നുമല്ല നോക്കിയത്. പക്ഷേ ആ ഒരു രൂപതയെ മാത്രമായിട്ട് വളഞ്ഞാക്രമിക്കാൻ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ച് ശ്രമിക്കുന്നൊരു കാഴ്ച നമ്മളത് കണ്ടായിരുന്നു.
ഒരുപക്ഷെ ക്രൈസ്തവർ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമാകുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഈ വിലയില്ലാതെ മാറ്റി നിർത്തപ്പെടുന്നതാണോ, അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ കാണുന്നതാണോ? ആദ്യമേ തന്നെ ഈ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് പറയാം. ഇടുക്കി രൂപത എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു രൂപതയല്ല. അത് ക്രൈസ്തവ കുടുംബത്തിലെ, കത്തോലിക്ക കുടുംബത്തിലെ ഒരു രൂപതയാണ്. ഈ രൂപതയോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാകും. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് വളരെ കൃത്യമായ പിന്തുണ ആ രൂപതയ്ക്ക് കൊടുക്കുകയുണ്ടായി. അത് നമ്മൾ ആവർത്തിക്കുകയാണ്. ആ സംഭവം ഉണ്ടായതിന് ശേഷമുണ്ടായ ചാനൽ ചർച്ചകളിൽ ഞാൻ കൃത്യമായി പറഞ്ഞു, ഇടുക്കി രൂപതാധ്യക്ഷനും ഇടുക്കി രൂപതയ്ക്കും ഞങ്ങൾ കൃത്യമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, ഇതിൻ്റെ അകത്ത് പലരും പറയുന്നത് ഈ സിനിമയെക്കുറിച്ചാണ്. കേരള സ്റ്റോറി എന്ന സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ നിൽക്കുകയുമില്ല. പക്ഷേ ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പ്രമേയം, അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അന്യമതത്തിലുള്ളവരെ പ്രണയിച്ച് ഒരു കെണിയിലൂടെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് ആര് ചെയ്താലും തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ക്രൈസ്തവരായ നമ്മളുടെ ആൺകുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ പോയി മറ്റു മതത്തിലുള്ള പെൺകുട്ടികളെ വശീകരിച്ച് അവരെ വിവാഹം ചെയ്ത് നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അങ്ങനെയല്ല മതത്തിലേക്ക് വരേണ്ടത്. ഒരു മതത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരാളുടെ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മതത്തിൽ വിശ്വസിക്കുന്നു, അത് സ്വതന്ത്രമായൊരു തിരഞ്ഞെടുപ്പാണ്. ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ അതിലേക്ക് വശീകരിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഹിന്ദുവിനെ മുസ്ലിമിനെ അങ്ങനെ വശീകരിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുപോലെ ഒരു ഹിന്ദുവിന് മറ്റു മതസ്ഥരെ വശീകരിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവിടെ വർഗീയത ഉണ്ടാകുന്നത്, ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാകുന്നത്. അത് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതേസമയം ഇന്ന് ഈ കേരളത്തിൽ അനേകം പെൺകുട്ടികളെ ഇങ്ങനെ വശീകരിച്ച് കൊണ്ടുപോകുന്നതായിട്ട് നമ്മുടെ കഴിഞ്ഞകാല ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അധികാരികൾ തന്നെ പലപ്പോഴായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ഈ ISIS ഒക്കെ ഇടപെടലുകളെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. ആ വിഷയം അല്ല നമ്മളിവിടെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ല നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആ വിഷയം ഗവൺമെൻറ്റാണ് ഡീൽ ചെയ്യുന്നത്. പിണറായി വിജയൻ സാറ് തന്നെ ഈ ഗവൺമെൻറ്റിനോട് നിയമസഭയിൽ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ആരൊക്കെ എവിടെ നിന്നൊക്കെ പോയി എന്നുള്ളത്. അപ്പോൾ ആ വിഷയമില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. നമ്മൾ പറയുന്നവർ, ക്രൈസ്തവർ പറയുന്ന കാര്യം, ക്രൈസ്തവരായ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോകുന്നതിനെതിരെ ഞങ്ങൾ ബോധവൽക്കരണം നടത്തും. അത് നടത്താനുള്ള അവകാശം നമുക്കുണ്ട്. അതിന് ഇടുക്കി രൂപതയെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇടുക്കി രൂപത ഒറ്റയ്ക്കല്ല, ഈ കേരള കത്തോലിക്ക സഭ മൊത്തം ഒരുമിച്ച് ഇടുക്കി രൂപത കൂടിയുണ്ട്, തലശ്ശേരി രൂപതയിലുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് ആളുകൾ തിരിച്ചറിയേണ്ടത്, ഇവിടെ ഒരു ജാതീയമായ വർഗീയമായ വേർതിരിവുണ്ടാക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അതിനെ പിന്തുണയ്ക്കുന്നുമില്ല. പക്ഷേ നമ്മുടെ ആളുകളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. വൈദികർക്ക്, അഭ്യുന്ന പിതാക്കന്മാർക്ക്, സഭാ നേതൃത്വത്തിന് സഭയുടെ മക്കളെ വിശ്വാസത്തിൽ നിലനിർത്തുവാനും അവരെ വിശ്വാസം പഠിപ്പിക്കുവാനും വിശ്വാസത്തിൽ വളർത്തുവാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ഥാനത്തിരുന്നിട്ട് അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രൂപതയെ വളഞ്ഞിട്ട് ആക്രമിക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ്. ക്രൈസ്തവ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഇനി മുതൽ ആർക്കും സാധിക്കുകയില്ല. ഈ ക്രൈസ്തവ സമൂഹത്തെ ഒരു മാലയുടെ ചരടിൽ കോർത്ത മണികളെ പോലെ ഒറ്റക്കെട്ടായി നിലനിർത്താൻ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ശക്തമായിട്ട് സമൂഹത്തിലുണ്ട്. അതിനൊരു വ്യത്യാസം ഉണ്ടാവുകയില്ല.